ഹലോ ഫ്രണ്ട്സ്, അഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള കരി പിടിച്ച പാത്രങ്ങളൊക്കെ പുറത്തെടുത്തോ ഞാനതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് കഞ്ഞിവെള്ളം ഊറ്റിയെടുക്കൂലേ, അപ്പോൾ അത് നല്ല തിളച്ച കഞ്ഞിവെള്ളം തന്നെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ കരി പിടിച്ച ഭാഗം എത്രയാണുള്ളത് അത്രയും അളവിൽ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല തിളച്ച കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ചോറ് ഊറ്റുന്ന സമയത്തുള്ള ഒരു കഞ്ഞിവെള്ളം എടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഇത് ആറുന്നത് വരെ, നമ്മൾ ഈ തിളച്ച വെള്ളത്തിൻ്റെ തണുപ്പ് ആയിട്ട് വരുന്നത് വരെ നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഇപ്പോൾ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് തേച്ചെടുക്കാമെന്ന് വെച്ചാൽ തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നല്ലൊരു മാർഗ്ഗമല്ല. അല്ലാണ്ട് നമ്മൾ കുറേ സ്ട്രെസ്സൊക്കെ ചെയ്തിട്ട് നമ്മൾ സാധാരണ സ്റ്റീൽ ബോർഡൊക്കെ ഇട്ട് നന്നായിട്ട് സ്ട്രെസ്സ് കൊടുത്തിട്ട് വേണം നമ്മളിതൊക്കെ ഉരച്ചെടുക്കാൻ. എന്നാലും പെട്ടെന്നൊന്നും ഇത് മാറില്ല, കുറേ ദിവസം നമ്മൾ ട്രൈ ചെയ്താലേ മാറും. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒന്നും നോക്കണ്ട, നമ്മുടെ പാത്രം കഴുകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇതുപോലെ തിളക്കുന്ന വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചാലും മതി. പക്ഷേങ്കിൽ നമ്മൾ ചൂടുവെള്ളം തന്നെ വേണമെന്നില്ല, നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ചോറ് പതിച്ചിട്ട് നമ്മൾ വെറുതെ കളയുന്ന വെള്ളമല്ലേ, ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ട് അത് ആറി തണക്കുന്ന ഒരു സമയം മാത്രമേ നമുക്കിത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം പറയുന്നുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ എടുത്താൽ തന്നെ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ കൈയോട് വെറുതെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ട് എൻ്റെ ഇഡ്ഡലി ചെമ്പായത് കുറേ സമയം കഴിഞ്ഞിട്ട് നല്ല കരിഞ്ഞ സ്മെല്ല് വന്നപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുള്ളത്. ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല പുതിയ പാത്രം നമ്മൾ എങ്ങനെയാണോ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടാവും. എളുപ്പത്തിൽ നമ്മൾ അധികം സ്ട്രെസ്സും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അത് വാഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് ക്ലീനായിട്ട് വരുന്നുണ്ട്. ഇതാ എത്ര എളുപ്പത്തിൽ നമുക്ക് എത്ര കരി പിടിച്ച പാത്രങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി കരി പിടിക്കുന്നുള്ള പേരുകൊണ്ട് നമ്മൾ പാത്രങ്ങൾ മാറ്റി വെക്കണ്ട, ഒക്കെ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നുമല്ല. വിനാഗിരിയും ബേക്കിംഗ് സോഡയും കഞ്ഞിവെള്ളം എന്ന് പറയുക അത്ര എളുപ്പത്തിൽ, വേറെ ലിക്വിഡും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഈ ഒരു 3 സാധനം കൊണ്ട് മാത്രം തേച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിച്ച് ഒഴിവാക്കിയിട്ടുള്ള പാത്രം എടുക്കുക. നമ്മുടെ വീട്ടിൽ വെറുതെ വെച്ചിട്ട് നമ്മൾ കളയാൻ വെച്ച പാത്രമില്ല, ഇനി അതിലോട്ട് നമ്മൾ 2 മെഴുകുതിരി ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റൂമൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ല സെറ്റിങ്സ് ആയിട്ട് വെക്കുന്ന നല്ല ഒരു മോഡലായിട്ടുള്ള മെഴുകൊക്കെ ഇല്ലേ, അപ്പോൾ ആ ഒരു മോഡൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ എത്ര ക്രയോൺസ് വാങ്ങിച്ചു കൊടുത്താലും കുട്ടികളെ പെട്ടെന്ന് നശിപ്പിക്കുക. അപ്പോൾ നമ്മൾ അടിച്ചു വരുമ്പോഴൊക്കെ നമുക്കിത് കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 2, 3, 4 ക്രയോൺസൊക്കെ, നമ്മൾ കളഞ്ഞ ക്രയോൺസ് ഉണ്ടാവില്ല കുട്ടികളുടെ, അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇത് ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കുക. ഇതിപ്പോൾ ചൂടായിട്ട് വരുന്ന സമയത്ത് ഈ മെഴുകും ഈ ക്രയോണും ഒക്കെ കൂടിയിട്ട് ഉരുകിയിട്ട് നല്ല ഈ ഒരു രൂപത്തിലായിട്ട് കിട്ടും. അപ്പോൾ മെഴുകും ക്രയോണൊക്കെ കൂടി അലിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട് കളഞ്ഞ മുട്ടയുടെ തോടുണ്ടാവുമല്ലോ, ആ തോട് കുറച്ച് മോഡലാക്കിയിട്ട് നമ്മൾ കൈയോടൊന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 2 തിരി വെച്ച് കൊടുക്കുക. നമ്മൾ സെൻട്രലായിട്ട് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ മെഴുകുതിരി അതേ ആ ഒരു മോഡലിൽ കിട്ടുള്ളൂ. നമ്മൾ ഈ ഒലിച്ച് വെച്ച ഈ ഒരു മെഴുകുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഉരുകാൻ വേണ്ടി വെച്ചത്, അത് ഈ മുട്ടത്തോടിലോട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എളുപ്പം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മേൽഭാഗം വരെ ഒഴിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഈ മുട്ടയുടെ തോട് കളയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു നല്ല മോഡലായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ 2 പാത്രത്തിൽ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോയാൽ കാണാൻ പറ്റും ഇങ്ങനെ മോഡലായിട്ടുള്ള ക്രയോൺസ്.
കുറച്ച് നല്ല വില തന്നെ നമ്മൾ കൊടുക്കണം. പക്ഷേ ഇത് നമ്മൾ ഏകദേശം ഒരു 10 രൂപ ചിലവാക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റൂം അലങ്കരിക്കാൻ പറ്റിയ ഒരു മെഴുക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്ക് തന്നെ ഇത് നല്ല തിക്കായിട്ട് വരും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ആ മുട്ടത്തോടിൻ്റെ തോട് ഒന്ന് കളഞ്ഞു കൊടുക്കാം. സാധാരണ നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ തോട് കളയുന്ന ആ ഒരു രീതിയിൽ തന്നെ കളഞ്ഞെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻ മോഡലിലുള്ള ഒരു മെഴുകുതിരിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ക്യാപ്പിലൊക്കെ വെച്ചിട്ട് ഇതിനിങ്ങനെ ആക്കിയെടുക്കാം. രണ്ട് മോഡലിലായിട്ടാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ ഈ മുട്ടത്തോട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ തോട് കളയുന്ന സമയത്ത് ചെയ്ത് കൊടുത്താൽ ആ ഒരു മോഡൽ തന്നെ നമുക്കിതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂമൊക്കെ അലങ്കരിക്കാൻ, പിന്നെ പെട്ടെന്ന് കറണ്ടൊക്കെ പോകുമ്പോൾ നമ്മളിത് കത്തിച്ച് വെക്കാനും ഒക്കെ പറ്റും. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുട്ടത്തോടിൻ്റെ സെൻട്രലായിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ, അല്ലെങ്കിൽ ഇതുപോലെ സൈഡിലൊക്കെ ആയിപ്പോവും. അപ്പോൾ എൻ്റെ മെഴുകുതിരി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റൊക്കെ നിങ്ങൾ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനാബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഞാനിത് കത്തിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് റൂമിലോ ഹാളിലോ ഒക്കെ ഒരു ഡെക്കറേഷൻ മോഡലാക്കിയിട്ട് വെക്കാൻ പറ്റും. ഇപ്പോൾ പല റൂമിലും പിന്നെ കല്യാണ വീട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ റൂമിലും അവിടെയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുള്ള. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. ഇത് നമുക്ക് പൈസ ചിലവൊന്നുമില്ലാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വെച്ചാൽ നല്ല വെളിച്ചവുമാണ്. നമുക്ക് പെട്ടെന്ന് കറണ്ടൊക്കെ പോകുന്ന സമയത്തും ഇത് നല്ല ഒരു ഒന്നാമത് കളറിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.